ഇന്നത്തെ എൻ്റെ ജോലി നിങ്ങൾക്ക് ഹാപ്പി ക്രിസ്മസ് പറയാനാട്ടോ. ഇവിടെ ക്രിസ്മസിൻ്റെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ മാളുകളും അലങ്കരിച്ച് കഴിഞ്ഞു. ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും. ഇന്ന് ഉച്ചയോടുകൂടി ഈ മാളുകളെല്ലാം ഇവിടെ അടയ്ക്കും. ചില മാളുകൾ മാത്രമേ വൈകിട്ട് വരെ തുറക്കുള്ളൂ. അപ്പം എല്ലായിടത്തും ആഘോഷമാണ്. കേരളത്തിലും അതുപോലെ തന്നെ ആഘോഷമാണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളും അതിവിടെ എൻജോയ് ചെയ്യുക. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് നല്ല ചൂടുള്ള ദിവസമാണ് കേട്ടോ. 29 degrees ആണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്രയും ചൂടൊന്നുമില്ല. എങ്കിലും നടക്കാൻ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ന്യൂസിലൻഡിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഈയിടയ്ക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഖാലിസ്ഥാൻ, അതായത് സിഖുകാർ, അവരിവിടെ വന്നിട്ട് അവർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മൊത്തം ഇന്ത്യൻസിനോട് ഇവർക്കൊരു വെറുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇനി കാലക്രമേണ ഇന്ത്യൻസിൻ്റെ മേൽ എന്തെങ്കിലും ബാൻ വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ തന്നെ ഖാലിസ്ഥാൻവാദികൾ ഇവിടെ വലിയൊരു ജാഥ നടത്തുകയുണ്ടായി. അപ്പം അതിന് ഓപ്പോസിറ്റായിട്ട് ഇവിടുത്തെ മാവോറികൾ, അതായത് ഇവിടുത്തെ ആദിവാസികൾ, കിവീസ്, അവര് അതിലും വലിയ അവരുടെ ട്രഡീഷണൽ ഡാൻസോടുകൂടി ഒരു ജാഥ നടത്തിയത് നിങ്ങൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. മൊത്തം ഇന്ത്യൻസ് ആണ് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഈ സിഖുകാരെ പോലുള്ളവര് അവരവരുടെ പല ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ അവർക്കെതിരെ കുറേ ബാനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി ന്യൂസിലൻഡിലും അത് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങോട്ട് വരുന്ന മലയാളികളായാലും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനക്കാരായാലും ആദ്യം നോക്കുന്നത് അവരുടെ റിലീജിയൻ പ്രചരിപ്പിക്കാനാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഹിന്ദുക്കൾ വലിയൊരു ടെമ്പിള് പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ ടെമ്പിൾ എന്ന് പറയുന്നത് നിസ്സാര എമൗണ്ട് കൊണ്ട് പണിയുന്നതല്ല, വലിയൊരു ടെമ്പിളാണ്. ആ ടെമ്പിളിലേക്ക് സംഭാവനകളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കല്ലിൽ നമ്മുടെ പേര് എഴുതി വെച്ചിട്ട് അത് അവിടെ ഫിക്സ് ചെയ്യും. അപ്പോൾ ഭാവിയിൽ പറഞ്ഞവർക്കൊക്കെ നമ്മുടെ പേര് കാണാമെന്നാണ് അവർ പറയുന്നത്. ഒരുപാട് പേര് പൈസയൊക്കെ കൊടുത്ത് അതിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ടെമ്പിളിൻ്റെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുന്നത് ഈ കിവീസിന് ഇഷ്ടമല്ല. കിവീസ് ആണെങ്കിൽ ഈ വന്ന ആളുകൾ ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് ജീവിക്കണമെന്നാണ് പറയുന്നത്. അതല്ലേ അതിൻ്റെ ശരി? നമ്മൾ സ്വന്തം നാട്ടിൽ നിന്ന് ഇതുപോലുള്ള രാജ്യത്തേക്ക് വരണ എന്തിനാണ്? നമ്മൾ ജോലി ചെയ്ത് സ്വന്തം നാട്ടിൽ നിന്നിട്ട് നമുക്കൊരു ഗുണമില്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഇവിടെയൊക്കെ വന്ന് നല്ലൊരു കൾച്ചറിൽ ജീവിക്കാനും ജോലി ചെയ്ത് കുറച്ച് കാശുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് വന്നത്. കാശൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇവർക്ക് അഹങ്കാരം മൂക്കും. ഓരോ കിലോമീറ്ററിലും ഓരോ പള്ളികൾ കാണാം. അതുപോലെ തന്നെ എല്ലായിടത്തും മുസ്ലിം പള്ളികളുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് ലൈസൻസ് കൊടുത്തിട്ടാണ് ഇവരിവിടെ ചെയ്യുന്നത്. പക്ഷേ ഇത് മൊത്തം കിവികൾക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് സ്കൂളിൽ പോലും പലതരത്തിലുള്ള മർദ്ദനങ്ങളൊക്കെ ഇവിടെ ഏൽക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ ഒരു മാവോറി പയ്യൻ വന്ന് ഗോ ബാക്ക് ടു ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരു ഹിറ്റ് ചെയ്തു. ആ കൊച്ച് പേടിച്ചു പോയി ശരിക്കും. അപ്പോൾ അതുപോലെ ചെറിയ കുട്ടികൾ വരെ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ ആരും ജോലിക്കൊന്നും അപ്ലൈ ചെയ്യാതിരിക്കണ്ട കേട്ടാ. ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ കുറച്ച് പേര് ഇങ്ങോട്ട് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ജോലി കിട്ടുന്നുണ്ട്. ഇവിടെ ഉള്ളവർ ജോലി ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് പുറമേ നിന്നും കമ്പനീസ് ആളുകളിവിടെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഇങ്ങോട്ട് വരാം. ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പുറത്ത് പോകുമ്പോൾ സൂക്ഷിക്കണം.
ഇന്ത്യയെ പോലെ ലോങ് ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത് അവർക്ക് കണ്ടുകൂടാ. അവരുടെ പട്ടികൾ പോലും നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ബഹളം ഉണ്ടാക്കും. അപ്പോൾ പിന്നെ മനുഷ്യരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ചുരിദാറൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട് പേടിയാണ്. ഷോർട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. കാരണം ഈ സമയത്ത് ഓക്ലൻഡിലാണ് ഇതുപോലുള്ളൊരു വലിയൊരു പ്രതിഷേധം ഉണ്ടായത്. അപ്പോൾ അത് ക്രൈസ്റ്റ് ചർച്ചിലേക്കും വ്യാപിക്കാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ നമ്മൾ മാളിലൊക്കെ ചെന്നാൽ അധികം നേരം അവിടെ കറങ്ങി നിൽക്കാറില്ല. കാരണം എപ്പോഴാണ് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നതെന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കില്ല. അപ്പോൾ പലരും ഇവിടെ പേടിച്ചാണ് കഴിയുന്നത്. എങ്കിലും ജോലികൾക്കൊക്കെ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇവിടുത്തെ കൾച്ചർ ഇഷ്ടമാണ്. ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാശുണ്ടാക്കാം, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളും മടിച്ചൊന്നും ഇരിക്കണ്ടായിട്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തു. ഇന്ന് ഞാനിവിടെ ഒരു ലിങ്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ ഈ ഡിസംബർ ജാനുവരി, അതായത് ഈ ലീവ് എടുത്ത് പോയവരും ജോലി രാജിവെച്ച് പോയവരൊക്കെ ഇനി ജാനുവരി ഫെബ്രുവരിയിൽ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടായിരിക്കും അടുത്ത ജോലിക്കൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതുവരെ അവർക്ക് ജോലിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് ഇതുപോലെ ഇന്ത്യൻസിനെയും അതുപോലെ മറ്റ് ഫിജി, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരെയൊക്കെ പരിഗണിക്കും. പ്രത്യേകിച്ചും നേഴ്സുമാർക്ക് റീലൊക്കേഷൻ അലവൻസ് വരെ അവരിവിടെ കൊടുക്കുന്നുണ്ട്. ഓൾഡ് ഏജ് കെയറിലും ഇതുപോലെ തന്നെ റീലൊക്കേഷൻ അലവൻസ് ഒക്കെ കൊടുത്ത് വിസ സ്പോൺസർഷിപ്പ് ഒക്കെ കൊടുത്ത് ഇങ്ങോട്ട് ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ചുരുക്കാണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ലക്കുണ്ടോ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഗവൺമെൻറ് എല്ലാവർക്കും ഈക്വാലിറ്റി ഇവിടെ അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഈ മാവോറീസ് ഇവരുടെ വേഷം കെട്ട് കണ്ടിട്ട്, അതായത് വന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടാതാവുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഇവിടെ വന്ന് പർദ്ദ ഇട്ട് നടക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമില്ല. തലയൊക്കെ മൂടി പർദ്ദയൊക്കെ ഇട്ട് കണ്ണ് മാത്രം പുറത്ത് കാണിച്ചൊക്കെ നടക്കുന്നവരുണ്ട്. അവർക്ക് നേരെയാണ് ഇവിടെ ഒരു മോസ്ക് അറ്റാക്ക് ഉണ്ടായത്. വളരെ ബിസി ആയിട്ട് ഈ 2 മാസങ്ങളിൽ ജോലിക്ക് അപ്ലൈ ചെയ്തോളാം. ഞാനിവിടെ ഒരു ലിങ്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പോയിട്ട് നിങ്ങളുടെ ജോലിയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സീ യു, ബൈ.